welcome to Science and Institution, Class 10, Physics, Chapter 1, Effect of Electricity, Part 7. കഴിഞ്ഞ ക്ലാസ്സിലെ പാർട്ട് 6-ൽ നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ രണ്ട് ഹീറ്റർ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു, ഹീറ്റർ എ ആൻഡ് ഹീറ്റർ ബി. ഓക്കെ, ഹീറ്റർ എയിലെ വോൾട്ടേജ് 230, ഹീറ്റർ ബിയിലും സെയിം വോൾട്ടേജ് 230. എന്നാൽ റെസിസ്റ്റൻസ് ഹീറ്റ് എയിൽ വളരെ കൂടുതലായിരുന്നു, ഹീറ്റർ ബിയിൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരുന്നു. ബട്ട് രണ്ടുപേരും നമ്മൾ വർക്ക് ചെയ്ത ടൈം എന്തായിരുന്നു? സെയിം ആയിരുന്നു. ഓക്കെ, സോ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലും ഇവിടെ റെസിസ്റ്റൻസ് കുറവായിരുന്നു. നോർമലി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് കൂടണം? ഹീറ്റ് കൂടണം. ഇങ്ങനെയാണ് നമ്മൾ ജൂൾസ് ലോയിൽ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ റെസിസ്റ്റൻസ് കുറവായിട്ടും ഉത്തരത്തിൽ ഹീറ്റ് കാണുന്ന ഈ പ്രോബ്ലത്തിൽ ഉത്തരം വലുതാണ്, ഹീറ്റ് കൂടുതലാണ്. 34,500 ജൂളും ഇവിടെ വെറും 13,800 ജൂളുമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഓക്കെ ഓക്കെ ലെറ്റ് us remember the Ohm's law. ഓൾറെഡി സാർ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തതാണ്. സോ പ്ലീസ് വിസിറ്റ് part 1 to 6 before watching this video. So according to Ohm's law says that V is equal to I into R, that is current into resistance. Clear? From this equation we can calculate current. What is current? Current I is equal to, ഇവിടെ ഇൻഡു ചെയ്തേക്കുന്ന R സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആവും. So that is V by R. So from this equation we can clearly say that current is indirectly proportional to resistance. അതിന്റെ അർത്ഥം വെച്ചാൽ കറന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസുമായിട്ട് വിപരീത അനുപാതത്തിലാണ്. അതിന്റെ അർത്ഥം റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറന്റ് കൂടും. കണ്ടോ, ഇങ്ങനെ താഴെ വരുന്നവർ തമ്മിൽ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറന്റ് കൂടും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ വോൾട്ടേജ് എന്നുള്ളത് 10-ഉം റെസിസ്റ്റൻസ് ഉള്ളത് 2-ഉം ആണെന്ന് വിചാരിക്കുക. ഉത്തരം എത്രയായിരിക്കും? 5. എന്നാൽ വോൾട്ടേജ് എന്നുള്ളത് 10-ഉം റെസിസ്റ്റൻസ് ഉള്ളത് 5-ആണെന്ന് വിചാരിക്കുക. റെസിസ്റ്റൻസ് കൂടി, ഉത്തരം എന്തായിരിക്കും? 10/5 2. ഉണ്ടോ? അപ്പോൾ താഴെയുള്ള ക്വാണ്ടിറ്റി കുറയുമ്പോൾ ഉത്തരം കൂടും, ആൻസർ കൂടും. സോ ദാറ്റ് മീൻസ് whenever the resistance decreases, current increases. Clear? In Joule's law we know that heat is equal to I square RT. Clear? From this equation we can say that heat is directly proportional to current square. Whenever the current increases, the intensity of current increases, heat developed is more. കൂടുതൽ കറണ്ട് കടന്നുമ്പോൾ കൂടുതൽ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. സോ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് കൂടുതലും ഹീറ്റർ ബിയിലെ കറണ്ട് കൂടുതലും ഹീറ്റർ എയിലെ കറണ്ട് എന്താണ്? കുറവുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഹീറ്റർ ബിയിൽ കൂടുതൽ കറണ്ട് ഉണ്ടായത് കൊണ്ടാണ് അവിടെ എന്തുണ്ടായത്? കൂടുതൽ ഹീറ്റ് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറന്റ് ഇൻക്രീസ് ചെയ്യും. Whenever resistance decreases, current increases. Clear? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. Whenever the current increases, current increase ചെയ്താൽ ഹീറ്റ് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? അല്ലാതെ റെസിസ്റ്റൻസ് കുറഞ്ഞത് കൊണ്ട് ഹീറ്റ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയാൻ പാടില്ല. കാരണം ഹീറ്റും റെസിസ്റ്റൻസും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസ് കൂടിയാൽ ഹീറ്റ് തീർച്ചയായിട്ടും കൂടും. ബട്ട് ഇവിടെ ഈ പ്രോബ്ലത്തിൽ if the voltage is same, everything is same and the resistance are different, then the heater with having low resistance has more heat. It is because of the intensity of the current is more in heater with less resistance. Okay, clear? So there are so many questions under this table. The first question is, why does the heater having low resistance get heated more? എന്തുകൊണ്ടാണ് ലോ റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്റുള്ള ഈ ഹീറ്റർ ബിയിൽ കൂടുതൽ കുറഞ്ഞ റെസിസ്റ്റൻസ് 460 മാത്രമുള്ള ഹീറ്റർ ബിയിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടായതെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് വെരി ഈസി. ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഈസ് മോർ. കൂടുതൽ കറന്റ് ഉണ്ടാവുക. വെൻ ദ ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഈസ് ഇൻക്രീസസ് അക്കോർഡിംഗ് ടു ജൂൾസ് ലോ, നമ്മൾ ജൂൾസ് ലോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. When current increases, the heat will increases because heat is directly proportional to the square of the current. Okay. And the second question is, in which way does the change in resistance influence the heat developed? Resistance in the ഉണ്ടായ മാറ്റം ഹീറ്റിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത്?
റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ ഹീറ്റ് ഇവിടെ എന്താണ് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ പറയരുത്, അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ട് ഹീറ്റ് കൂടി അങ്ങനെ പറയരുത്. മറിച്ച് റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് എന്താണ് ഹീറ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, so if some devices have the same voltage or constant voltage, then decreasing resistance will increase the current. സെയിം വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് എന്ന് പറയാൻ പറ്റും റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. വെനെവർ ദ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻക്രീസസ്, എപ്പോഴാണോ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻക്രീസസ് ഇറ്റ് വിൽ മേക്ക് മോർ ഹീറ്റ്, കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കും. ബിക്കോസ് അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ദ സ്ക്വയർ ഓഫ് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹീറ്റ്. ക്ലിയർ? നമ്മൾ ജൂൾസ് ലോ അനുസരിച്ചാണെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കറണ്ടിന്റെ വർഗത്തിന് നേരനുപാതമാണ്, കറണ്ടിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് in which way does the change in resistance influence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when changing the resistance, that is resistance decreases, current increases, that will make heat. Okay, so here resistance decreases, heat increases. And the third question is find out the current in the heaters A and B and compare the heat level. രണ്ടുപേരിലെ കറണ്ട് കണ്ടുപിടിക്കാൻ. So we know that current, already sir പറഞ്ഞു current is equal to V by R. Clear? In case of heater A, the current is 230. നമുക്ക് ആദ്യം വോൾട്ടേജ് കൊടുക്കാം. വോൾട്ടേജ് എത്രയാണ്? 230. then താഴെ റെസിസ്റ്റൻസ് 1250 കൊടുക്കുമ്പോൾ 0.2 ആംപിയർ കിട്ടും. ഇതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. 230 divided by 1250, so 0.2 ampere. Okay, correct. And the next one is എന്താണ്? ഹീറ്റർ ബി ആണ്. അഗെയിൻ 230 divided by 460, 0.5 ampere. Clear? So heater B യിൽ 0.5 ampere. In which heater has more current? Heater B. ബിയിലാണ് കൂടുതൽ കറണ്ട്. എന്തുകൊണ്ടാണ് ബിയിലാണ് കൂടുതൽ കറണ്ട്? കാരണം ബിയിൽ റെസിസ്റ്റൻസ് കുറവാണ്. ഇവിടെ താഴെയല്ലേ, ഡിവിഷൻ അല്ലേ, വോൾട്ടേജ് സെയിം ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, യെസ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയി ഇറ്റ് ഈസ് മോർ ഇൻ ബീക്കർ ബി ആസ് കറണ്ട് ഇൻക്രീസസ് കമ്പയർഡ് ടു ബീക്കർ എ. ബീക്കർ എയിലേക്കാളും കൂടുതൽ ഹീറ്റ് എവിടെയാണ്? ബീക്കർ ബിയിലാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് എവിടെയാണ് കൂടുതൽ? എവിടെയാണ്? ആ കറണ്ട് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. And the last question in this series is how do the resistors bring about a change in the current in the circuit? Resistors എങ്ങനെയാണ് കറണ്ടിൽ വ്യത്യാസം ഉണ്ടാക്കിയതാണ്? വെരി ഈസി. റെസിസ്റ്റൻസ് കുറഞ്ഞ സ്ഥലത്ത് കറണ്ട് കൂടുതലാണെന്ന് കണ്ടുപിടിച്ചേക്കല്ലേ നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി when the resistance decreases current increases. So as the resistance decreases current increases in the circuits. That's all about this table. ഈ ടേബിളിൽ നമുക്ക് എന്താണ് അതിൻ്റെ ബന്ധമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമുക്ക് ഉണ്ടായിരുന്നത്. So this section is over. The next class is arrangement of resistors in circuit. സർക്യൂട്ടിൽ റെസിസ്റ്റർ എങ്ങനെ വെക്കുന്നു അതനുസരിച്ച് കറണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. അതെങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So please visit part 8. Thank you very much.